ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ റിയൽമി ഇന്നലെ ഒരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തു. ഫോൺ എന്ന് പറയുമ്പോൾ അവർ നേരത്തെ ലോഞ്ച് ചെയ്ത ഒരു ഫോണിൽ നിന്ന് ഒരു ചെറിയ മാറ്റവുമായിട്ട് അവർ ഇന്നലെ ആ ഫോൺ ഒരിക്കൽ കൂടി ലോഞ്ച് ചെയ്തു. അതായത് റിയൽമി നേരത്തെ C15 എന്നൊരു ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചതാണ്. അത് മീഡിയടെക് പ്രൊസസർ വെച്ചുകൊണ്ടായിരുന്നു ആ ഫോൺ അന്ന് അവതരിപ്പിച്ചത്. എന്നാൽ ഇന്നലെ റിയൽമി C15 നിന്നും ആ മീഡിയടെക് പ്രൊസസർ മാറ്റിക്കൊണ്ട് ഒരു ക്വാൾക്കം പ്രൊസസർ വെച്ചുകൊണ്ട് റിയൽമി C15 ക്വാൾക്കം എഡിഷൻ എന്ന പേരിൽ അവർ ആ ഫോൺ ഇന്നലെ ഒന്നുകൂടി ലോഞ്ച് ചെയ്തു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ റിയൽമി C15 ക്വാൾക്കം എഡിഷൻ എന്ന ഫോൺ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്യാൻ കാരണം എന്താണ്, അതോടൊപ്പം ഇപ്പോൾ ഒരു ഫോൺ എടുക്കാൻ പോകുന്ന ഒരാൾ ഈ റിയൽമി C15 മീഡിയടെക് പ്രൊസസർ വെച്ചുകൊണ്ടുള്ള ഫോൺ എടുക്കണോ അതോ റിയൽമി C15 ക്വാൾക്കം എഡിഷൻ എടുക്കണോ? അപ്പൊ ഇതെല്ലാം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഈ റിയൽമി C15 ഈ റിയൽമി C15 ക്വാൾക്കം എഡിഷനും തമ്മിൽ പ്രധാന വ്യത്യാസം എന്ന് പറയുന്ന പ്രൊസസറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഫോണിന്റെ, അതായത് റിയൽമി C15 ക്വാൾക്കം എഡിഷന്റെ ഫുൾ സ്പെസിഫിക്കേഷൻ വെച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ 6.5 ഇഞ്ചിന്റെ ഒരു HD+ ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 88.7% ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റിയർ സൈഡിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. അതോടൊപ്പം നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിയൽമി C15 ക്വാൾക്കം എഡിഷനിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 460 ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 460 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ നോർമൽ യൂസിന് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അല്പസ്വല്പം ഗെയിമിംഗ് നമുക്ക് ഈ ഫോണിൽ കളിക്കാൻ സാധിക്കും. അവർ ആദ്യം ലോഞ്ച് ചെയ്ത ഫോണിൽ, അതായത് റിയൽമി C15 പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയടെക് G35 ആണ്. അപ്പോൾ ആ മീഡിയടെക് G35 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ 460 എന്ന് പറയുന്നത് ഒരു അത്ര വലിയ പെർഫോമൻസ് ഒരു പ്രൊസസർ അല്ല. കാരണം ഈ ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ G35 ആണ് ഒരു അല്പം കൂടി ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അല്പം ഗ്രാഫിക് റെൻഡറിംഗ് ഒക്കെ അല്പം കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രൊസസർ. ഈ സ്നാപ്ഡ്രാഗൺ 460 ഒട്ടും മോശം തന്നെയല്ല, കാരണം നമുക്ക് ഈ പ്രൊസസറിൽ 11nm പ്രൊസസറാണ് ലഭിക്കുന്നത്. എന്നാൽ G35 എന്ന് പറഞ്ഞാൽ 12nm പ്രൊസസറാണ്. പക്ഷേ ഗെയിമിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ G35 ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇനി നമുക്ക് ഈ ഫോണിൽ റിയൽമി UI ആണ് ലഭിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 10 ബേസ്ഡും ആണ്. ഇനി ഇതിൽ നമുക്ക് LPDDR4X റാമും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി C15 ക്വാൾക്കം എഡിഷൻ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 13 മെഗാ ക്യാമറയാണ്. അതിനു പുറമെ നമുക്ക് ഒരു 8 മെഗാ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും 2 മെഗാ റിട്രോ ലെൻസും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും ഒരു 8 മെഗാ സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് നല്ല ഫോൺ തന്നെയാണ്. കാരണം നമുക്ക് ഈ ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 6000 mAh ബാറ്ററി ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് 18 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നല്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി C15 ക്വാൾക്കം എഡിഷനിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസർ തുടങ്ങിയ എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ 2 പേരാണ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ആയ 3GB 32GB പ്രൈസ് എന്ന് പറയുന്നത് 8499 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 9499 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റിയൽമി C15 ലോഞ്ച് ചെയ്യാനുള്ള, അതായത് ക്വാൾക്കം പ്രൊസസർ വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം എന്തെന്ന് പറയുകയാണെങ്കിൽ റിയൽമിക്ക് ഈ പ്രൈസ് റേഞ്ച്, അതായത് 10000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിക്ക് ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ പ്രൊസസർ വെച്ചുകൊണ്ടുള്ള ഫോണുകൾ വളരെ കുറവാണ്. എന്നാൽ ഷവോമി, സാംസങ് ബ്രാൻഡുകൾക്കെല്ലാം ഈ പ്രൈസ് റേഞ്ചിൽ ക്വാൾക്കം പ്രൊസസർ വെച്ചുകൊണ്ടുള്ള ധാരാളം ഫോണുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയടെക് പ്രൊസസർ വെച്ചുകൊണ്ട് നേരത്തെ ലോഞ്ച് ചെയ്ത ഈ ഫോണിന്റെ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ വെച്ചുകൊണ്ട് ഒരു പതിപ്പ് കൂടി അവർ വീണ്ടും ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ പ്രൊസസറിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലാത്ത പലരും
വിചാരിക്കുന്നത് ഈ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറുകളാണ് എല്ലാ പ്രൈസ് റേഞ്ചിലും ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ വെച്ചുകൊണ്ടുള്ള ഫോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ റിയൽമി C15 ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ വെച്ചുകൊണ്ട് കൂടി ലോഞ്ച് ചെയ്യുന്നത് വഴി അവർക്ക് അങ്ങനെ ഒരുപാട് സെയിലുകൾ പിടിക്കാൻ സാധിക്കും. ഈ ഫോൺ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഈ റിയൽമി C15 വിത്ത് MediaTek G35 പ്രൊസസ്സർ ആയിരിക്കും ഗെയിമേഴ്സിന് ഒരല്പം കൂടി മികച്ചു നിൽക്കുന്നത്. കാരണം ഈ സ്നാപ്ഡ്രാഗൺ 460 എന്ന് പറയുന്നത് ഒരു നല്ല പ്രൊസസ്സർ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും MediaTek G35 ആണ് ഒരല്പം കൂടി ഗെയിമിങ്ങിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ യൂസിനാണെങ്കിൽ ഏതെടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഗെയിമിങ്ങിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ MediaTek G35 ആയിരിക്കും ഒരല്പം കൂടി മികച്ച ഓപ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ഈ ഫോണിന്റെ MediaTek വേർഷൻ ആണോ അതോ സ്നാപ്ഡ്രാഗൺ വേർഷൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതും വരെ